എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് കേട്ടിട്ടുള്ളെങ്കിലും ആക്ച്വലി കണ്ടത് സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് വന്നപ്പോഴാണ്. പേരിൽ മാത്രം സ്പൈഡർമാൻ ഉള്ള യൂണിവേഴ്സ്, പടത്തിലൊന്നും സ്പൈഡർമാൻ ഇല്ല. പിന്നെ ഇറങ്ങുന്ന പടങ്ങളൊക്കെ അതിഗംഭീരമാണ്. ഇഷ്ടംപോലെ ക്രേവ് ബില്യൺ ഡോളേഴ്സ് ഒക്കെ പടങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രേവൻ ദി ഹണ്ടർ ഇന്റർനാഷണൽ റിലീസായി അതിഗംഭീര റിവ്യൂസ് ആണ് കേൾക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്ത്യക്കാർക്ക് 2025 ഐശ്വര്യപൂർണ്ണമായി തുടങ്ങാൻ ജനുവരി 1 ഇവിടെ റിലീസ് ആവുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗുണങ്ങളൊക്കെ കൊണ്ട് തന്നെ അടുത്തെങ്ങും ഇനി അങ്ങോട്ടൊരു സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് പടം വരുന്നില്ല എന്ന് സോണി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും വരത്തില്ല എന്നല്ല, പലരും യൂണിവേഴ്സ് നിർത്തി എന്നൊക്കെ പറയുന്നു. ഇനി അടുത്തെങ്ങും പടം വരില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ റൂമേഴ്സ് ഇങ്ങനെ കേൾക്കുന്നു. ഇവർ പുതിയൊരു സ്പൈഡർമാൻ ആക്ടറിനെ ഹയർ ചെയ്യുവാണ് ഇവരുടെ യൂണിവേഴ്സിന്, ഇപ്പോൾ ഉള്ളത് പോരാഞ്ഞിട്ടാണ്. പിന്നെ അത് മൈൽസ് മൊറാൽസ് ആണെന്ന് ചിലർ പറയുന്നു. പീറ്റർ പാർക്കറുള്ള മൈൽസ് മൊറാൽസ് ആണ് വരാൻ പോകുന്നതെന്ന്. ചിലടത്ത് കേൾക്കുന്നു മാർവലിന് ഫിലിം റൈറ്റ്സ് മൊത്തത്തിൽ സോണി തിരിച്ചു കൊടുക്കുകയാണെന്ന്. അങ്ങനെ ഒത്തിരി പല വാർത്തകൾ കേൾക്കുന്നത്. ഏത് ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ സോണിക്ക് ഇതുവരെയുള്ള എലമെൻസും ഇതുവരെയുള്ള മൂവീസും വെച്ചുകൊണ്ട് തന്നെ ഒരു കിടിലൻ കംബാക്ക് നടത്താൻ പറ്റും. വെറും 2 മൂവീസ് റിലീസ് ചെയ്താൽ സോണിക്ക് അവരുടെ യൂണിവേഴ്സ് തന്നെ വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റും. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വെനം 3 ഇതിനുള്ള ക്ലൂസ് വിട്ടിട്ടാണ് അവർ പോയിരിക്കുന്നത്. സോ ആ 2 പടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ആൻറ്റി വെനമും ദി അമേസിംഗ് സ്പൈഡർമാൻ 3യും. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവാൻ പോവാൻ, വെനം 3യിൽ എന്താണ് ഇവരിട്ടിട്ട് പോയ ക്ലൂസ്, ഇതിനെല്ലാം കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഒബ്വിയസ്ലി വെനം 3യുടെ സ്പോയിലേഴ്സ് ഉണ്ട്. സോ വെനം 3യുടെ അവസാനം വെനം സെൽഫ് സാക്രിഫൈസ് ചെയ്തിട്ട് യൂണിവേഴ്സിനെ രക്ഷിക്കുന്നു. അങ്ങനെ വെനം മരിക്കുന്നു, എഡ്ഡി ഒറ്റയ്ക്കാവുന്നു. കോമിക്സിൽ ഇതുപോലെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. വെനം എഡ്ഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു ആൻഡ് എഡ്ഡി ഒറ്റയ്ക്കായിട്ട് മാറുന്നു. ഈ ഒരു അവസ്ഥയിൽ തന്നെ എഡ്ഡിക്ക് ക്യാൻസറും ഡയഗ്നോസ് ചെയ്യുന്നു. ന്യൂ വേസ് ടു ഡേ എന്ന് പറഞ്ഞ സ്റ്റോറി ലൈനിൽ 2008 ഈ ഒരു കഥ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എഡ്ഡി ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു ഹോംലെസ് ഷെൽട്ടറിൽ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കോമിക്സിൽ മെയ്യാൻഡിയൊക്കെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോംലെസ് ഷെൽട്ടർ അഥവാ ഫീസ്റ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് മാർട്ടിൻ ലീ ആണ്. മാർട്ടിൻ ലീ ആക്ച്വലി മിസ്റ്റർ നെഗറ്റീവ് എന്ന സ്പൈഡർമാൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വില്ലൻസിൽ ഒരാൾ കൂടാണ്. മിസ്റ്റർ നെഗറ്റീവ് അഥവാ മാർട്ടിൻ ലീയെ പറ്റി പറയാതെ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഒറിജിനലി കോമിക്സിൽ ഇയാളുടെ പേര് ശരിക്കും മാർട്ടിൻ ലീ എന്ന് പോലുമല്ല, വേറെന്തോ പേരാണെന്ന് നമ്മൾ പറയുന്നില്ല. മാർട്ടിൻ ലീ എന്ന് പറയുന്ന വേറൊരാളുടെ പേരാണ്, അത് ഇയാളെ ഏറ്റെടുത്താണ്. ആൻഡ് US വന്ന ചൈനയിൽ നിന്നുള്ളൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആണ് മാർട്ടിൻ ലീ. ഇയാളുടെ ദേഹത്തൊരു മാഫിയ ബോസ് കുറച്ച് ഇല്ലീഗൽ ഡ്രഗ് എക്സ്പീരിയൻസ് നടത്തുന്നു. അങ്ങനെയാണ് ഇയാൾ മിസ്റ്റർ നെഗറ്റീവായിട്ട് മാറുന്നത്. സോ 2 എൻ്റെ ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ് ആയിട്ട് മാറുന്നു. മാർട്ടിൻ ലീ മിസ്റ്റർ നെഗറ്റീവ്, നമ്മുടെ അന്യനും മൂൺനൈറ്റും ഒക്കെ പോലെ ഡ്യുവൽ ഐഡൻറ്റിറ്റീസ് ആയിട്ട് മാറുന്നു. മിസ്റ്റർ നെഗറ്റീവ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്കിന്നടക്കം മൊത്തത്തിൽ നെഗറ്റീവായിട്ട് മാറും. നമ്മൾ ഈ ഫോട്ടോയുടെ നെഗറ്റീവ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് മിസ്റ്റർ നെഗറ്റീവ്. സ്പൈഡർമാൻ ഗെയിം കളിച്ചിട്ടുള്ളവർക്ക് ഞാൻ ഈ ക്യാരക്ടറിനെ പറ്റി അധികം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നല്ലപോലെ അറിയായിരിക്കും. അപ്പോൾ എന്തായാലും മാർട്ടിൻ ലീ ആയിരിക്കുന്ന സമയത്ത് ആളൊരു ഭയങ്കര നന്മയുള്ള ആളാണ്. ഈ ഫീസ്റ്റ് പോലുള്ള ഓർഗനൈസേഷനൊക്കെ പുള്ളി നടത്തുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ നെഗറ്റീവ് ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് ആണ്. ക്രൈം സിൻഡിക്കേറ്റ് നടത്തുന്നു. കിങ് പിൻ അഥവാ വിൽസൺ ഫിസ്കിനെ തന്നെ തോപ്പിച്ചിട്ട് ഏറ്റവും ടോപ്പിലെത്തണം എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറെൻറ്റ് 2 ഐഡൻറ്റിറ്റീസ് ആണ് ഈ ഒരു ക്യാരക്ടറിനുള്ളത്. ആൻഡ് ഈ ഡാർക്ക് ഫോഴ്സ് ലൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. സോ ലൈറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി മാർട്ടിൻ ലീക്കുണ്ട്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആൾക്കാർ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ, നശിപ്പിക്കാൻ പറ്റുന്ന ഡാർക്ക് ഫോഴ്സ് എന്നുള്ളത് മിസ്റ്റർ നെഗറ്റീവിൻ്റെ അകത്താണുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് എന്ന രീതിയിൽ ഇവരുടെ നെയിംസ് ഉള്ളത്. മാത്രമല്ല മിസ്റ്റർ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് വേറെ കുറച്ച് പവേഴ്സും ഇയാൾക്കുണ്ട്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരാളെ കറപ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരത്തേക്ക് മാത്രം ഒരാളെ തൻ്റെ ലോയലാക്കി തൻ്റെ സെർവൻ്റാക്കി വെക്കാൻ ഇയാൾക്ക് പറ്റും. അതേപോലെ തന്നെ വളരെയധികം സൂപ്പർ എൻഹാൻസ്ഡ് സ്ട്രെങ്തും എജിലിറ്റിയും ഒക്കെ മിസ്റ്റർ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഈ റിയാക്ടിന് കിട്ടും. എന്നാൽ മാർട്ടിൻ ലീ ആയിരിക്കുന്ന സമയത്ത് ആൾക്കാരെ ഹീൽ ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. ആൾക്കാർക്കുള്ള രോഗങ്ങളും മറ്റും ഹീൽ ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. അപ്പോൾ ബാക്ക് ടു എഡ്ഡി സ്റ്റോറി. എഡ്ഡി മാർട്ടിൻ ലീയുടെ ഫീസിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി എഡ്ഡിയുടെ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞ് മാർട്ടിൻ ലീ അത് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നു തൻ്റെ കയ്യിലുള്ള പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ട്. പക്ഷേ ഈ പോസിറ്റീവ് എനർജിയും എഡ്ഡിയുടെ ദേഹത്തിനകത്ത് ഓൾറെഡി വെനത്തിൻ്റെ കുറച്ച് അംശങ്ങളുണ്ടായിരുന്നു. വെനം വിട്ടുപോയെങ്കിലും ഉള്ളിൽ വെനത്തിൻ്റെ സിംബിയോട്ടിൻ്റെ കുറച്ച് അംശങ്ങളുണ്ട്. അപ്പോൾ ഇതും ഈ പോസിറ്റീവ് എനർജിയും കൂടെ റിയാക്ട് ചെയ്തിട്ട് പുതിയൊരു സിംബിയോട്ട് ഉണ്ടാകുന്നു. ആൻഡ് ആ സിംബിയോട്ടാണ് ആൻറ്റി വെനം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വെനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റി വെനം. വെനത്തിൻ്റെ മെയിൻ സ്കിൻ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണെങ്കിൽ ഇവിടുത്തെ വൈറ്റ് ആണ്. വെനത്തിൻ്റെ നെഞ്ചത്തുള്ള ഒരു സ്പൈഡർമാൻ ലോഗോ എന്ന് പറയുന്നത് വൈറ്റ് ആണെങ്കിൽ ഇവിടുത്തെ ബ്ലാക്ക് ആണ്. സോ ഇത് നേരെ തലതിരിഞ്ഞുള്ളൊരു വേർഷൻ എന്ന് തന്നെ പറയാം. മാത്രമല്ല വെനം പോലെ അത്ര ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് അല്ലെങ്കിൽ ക്യാരക്ടർ, ഒരു നല്ല സൈഡ്, ഒരു ഹീറോ ക്യാരക്ടർ എന്ന് തന്നെ പറയാം. കാരണം വെനത്തിലുള്ള പല പവേഴ്സിനും പുറമെ ആൾക്കാരെ ഹീൽ ചെയ്യാൻ, ഈ പറഞ്ഞ പോലെ പലതരം രോഗങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യാനുള്ള എബിലിറ്റിയും ആൻറ്റി വെനമിനുണ്ട്. അത് മാർട്ടിൻ ലീയുടെ പോസിറ്റീവ് എനർജി എന്നുള്ള എബിലിറ്റീസ് കിട്ടിയത് കൊണ്ടാണ്. വെനം 3 അഥവാ വെനം ദ ലാസ്റ്റ് ഡാൻസ് വെനം സീരീസിലെ അവസാന സിനിമയാണ്. ടോം ഹാർഡി അടക്കം ഒരുപാട് പേര് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം വെനം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരില്ല എന്ന് അക്സെപ്റ്റ് ചെയ്തത്.
പക്ഷെ വെനം എന്ന് പറഞ്ഞാൽ സിനിമ ഇറക്കാനല്ലേ പറ്റാത്തുള്ളൂ. ആൻറ്റി വെനം എന്ന് പറഞ്ഞ് ഇറക്കാമല്ലോ. ഇറ്റ്സ് ആൻ എൻ്റർലി ഡിഫറൻറ്റ് സിംബിയോട്ട്, എൻ്റർലി ഡിഫറൻറ്റ് ക്യാരക്ടർ. എഡ്ഡിയെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. മാത്രമല്ല വെനത്തിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിം ആൻറ്റി വെനത്തിലുണ്ട്, വെനം എന്ന ആ ഒരു നെയിം. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ് ഇവർക്ക് ഈസി ആയിരിക്കും. നമ്മളിപ്പം ഈ യൂണിവേഴ്സ് എത്രയൊക്കെ മോശം യൂണിവേഴ്സാണെന്ന് പറഞ്ഞാലും വെനത്തിൻ്റെ 3 മൂവീസിനും സ്റ്റേബിളായിട്ട് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇറങ്ങിയ വെനം 3 പോലും നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് വന്നിട്ടും 400 മില്യണാണ് കളക്ട് ചെയ്തത്. ഈവൻ MCUയിലെയും DC പല മൂവീസിന് പോലും അത്രയും കളക്ഷൻ കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് ബ്രാൻഡിങ് വെനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് ഒരു ക്യാഷ് കൗ ആണ് വെനം. അപ്പോൾ ആൻറ്റി വെനം എന്ന ആ ഒരു നെയിം കൊണ്ടുവന്നാൽ പോലും ആ ഒരു ബ്രാൻഡിങ് നിലനിർത്താൻ സാധിക്കും. ആൻഡ് സിമിലർ ആയിട്ടുള്ള സ്റ്റോറിയിലേയും കൊണ്ടുപോകാനും സാധിക്കും. പക്ഷേ ആൻറ്റി വെനം വന്നു കഴിഞ്ഞാൽ ആരാകും ഇനി വില്ലൻ? കാരണം ഓൾറെഡി സിംബിയോട്ടുകളുള്ളൊരു യൂണിവേഴ്സാണിത്. വെനം മരിച്ചു പോയെങ്കിലും ഓൾറെഡി ഒരുപാട് സിംബിയോട്സ് യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹോസ്റ്റും വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടുതലും നന്മമരങ്ങൾ സൈഡ് തന്നെ ആണ്. കാരണം ഹ്യൂമൻസിൻ്റെ കൂടി ആ ഒരു സൈഡാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ വില്ലന്മാരാകുമോ? അതോ വെനത്തിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ച പാറ്റയാകുമോ വില്ലൻ? വെനം 3യുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു ട്യൂബ് പൊട്ടിക്കിടക്കുന്ന കാണാം, അതിൻ്റെ അടുത്തോട്ടൊരു പാറ്റ പോകുന്നത് കാണാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ബാർ ടെൻഡർ അവർ നടന്നു പോകുന്നത് കാണാം. മിക്കവാറും നേരത്തെ ആ ബാറിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന വെനത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടല്ലോ, അതായിരിക്കും ആ ട്യൂബിലുണ്ടാവുക. ആൻഡ് മിക്കവാറും ആ വെനം പാറ്റയുടെ ദേഹത്ത് കയറിയായിരിക്കും ചെയ്യുക. നേരത്തെ തന്നെ സിനിമയിൽ പാറ്റയുടെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയർ അറ്റാക്കുകൾ വരെ തടുക്കാൻ പറ്റുന്നവരാണ് പാറ്റകൾ. അത് റിയൽ ലൈഫിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെനം ഇനി ഹ്യൂമൻസിനെ എഫക്റ്റ് ചെയ്യാതെ പാറ്റകളെ എഫക്റ്റ് ചെയ്യുന്നൊരു വേർഡിലോട്ടാണ് പോകുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ ഫ്രോഗ് വെനോ ഫിഷ് വെനോ ഒക്കെ ചെറിയ രീതിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി കണ്ടു. സോ വെനം ക്യാൻ ഓൾസോ ഹോസ്റ്റ് അതർ ആനിമൽസ്. അത് ഈ പടത്തിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പാറ്റയെ ഹോസ്റ്റ് ചെയ്തുകൂടാ? കാരണം പാറ്റ ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ഹ്യൂമൻസ്. ഒരു ബിഗർ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ സർവൈവബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാറ്റകളുള്ള വെനം നിറഞ്ഞൊരു ലോകമായാലോ, ആ ഒരു ലോകത്ത് ഈ പാറ്റകളെല്ലാം തടുക്കാൻ അല്ലെങ്കിൽ വെനമിനെ തടുക്കാൻ സിംബിയോട്സിൻ്റെ ടീം വരേണ്ടി വരും. ആൻഡ് ആ സിംബിയോട്സിൻ്റെ ടീമിലേക്ക് ആൻറ്റി വെനം വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ടിപ്പിക്കൽ മോൺസ്റ്റർ മൂവിയുടെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതേസമയം സിംബിയോട്സിനെ ഒന്നും മര്യാദയ്ക്ക് ഇതുവരെ സോണി യൂണിവേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. 3 പടങ്ങൾ വന്നിട്ട് വെനം അല്ലാതെ ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അത്ര കിടുവായില്ല. കാർണേജ് ഒക്കെ ടൈറ്റിലി വന്നിട്ട് പോലും ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ സിംബിയോട്സിൻ്റെ ഒരു കിടിലൻ ടീം തന്നെ ഉണ്ടാക്കി ഈ പാറ്റകളുടെ വെനമിനെ നേരിടാൻ സാധിക്കുന്ന ഒരു സ്റ്റോറിയിലേയും കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ വന്നതിനെക്കാട്ടിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, വെനം 3യിൽ മിസ്റ്റീരിയസ് ആയിട്ടൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ജനറൽ ആണെങ്കിലും അയാളുടെ അടുത്തു നിന്നാണ് ഇൻസ്ട്രക്ഷൻസ് മേടിക്കുന്നത്. ഇത് ആരാണെന്ന് കാണിക്കുന്നില്ല, ഫേസ് കാണിക്കുന്നില്ല. പക്ഷേ മൊത്തത്തിലൊരു ലുക്കെല്ലാം കണ്ടിട്ട് മിക്കവാറും ഇത് മാർട്ടിൻ ലീ അഥവാ മിസ്റ്റർ നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തിയറീസ് വന്നതും. വേറൊരു ക്യാരക്ടറായിട്ട് ഇതിനെ ആർക്കും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു ക്ലൂവും കൂടി ഇട്ടത് കൊണ്ട് ഈ ഒരു സ്റ്റോറിയിലേയും കൊണ്ടുവരാൻ ഇറ്റ്സ് കൈൻഡ് ഈസി. ഇതിന് വേണ്ടിയിട്ടായിരിക്കും അവർ മാർട്ടിൻ ലീയെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷേ ആൻറ്റി വെനം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ആണ് ഈ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടറിനെ മാർട്ടിൻ ലീ ആക്കുക എന്നുള്ളത്. കീപ്പ് ഇൻ മൈൻഡ്, ഇതൊരു തിയറി മാത്രമാണ്. എനിക്ക് മൈൻഡിൽ തോന്നിയൊരു കാര്യമാണ്, അതാണ് പറയുന്നത്. അല്ലാതെ ഒഫീഷ്യലി ആൻറ്റി വെനം ഫിലിമൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയിൽ ഞാൻ മിസ്റ്റർ നെഗറ്റീവ് ആയിക്കോട്ടെ പാറ്റകളായിക്കോട്ടെ ഇതൊക്കെ ഓൾറെഡി ടീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പടത്തിൽ. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു പടം വന്നു എന്നിരിക്കട്ടെ. ആൻറ്റി വെനമായിട്ട് ടോം ഹാർഡി വന്നു, ബാക്കി നിലവിലുള്ള സിംബിയോ ടീം വന്നു. ഇവരെല്ലാവരും കൂടെ വെനത്തിൻ്റെ കോക്രോച്ച് ആർമിയെ നേരിടുന്നു. ഇറ്റ്സ് ലൈക്ക് ടിപ്പിക്കൽ ആക്ഷൻ മോൺസ്റ്റർ മൂവി. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്രേറ്റ്. നമ്മൾ സിംബിയോട്സിൻ്റെ മൂവി കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന അതാണല്ലോ. ഈ ഒരു മൂവി വന്നപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സിംബിയോട്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെനത്തിനെ നേരിടും എന്നൊക്കെയായിരുന്നു, വില്ലൻ ടീം ആവുന്നതായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് സെനോഫേജസിനെയാണ് നേരിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വെർഷൻ ആയിരിക്കും പാറ്റകളുടെ വെർഷൻ വന്നു കഴിഞ്ഞാൽ. കാരണം ദേ ആർ മോർ സർവൈവൽ. അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നു എന്നിരിക്കട്ടെ. വാട്ട്സ് ദെൻ? അങ്ങനെ ഒരു പടം വന്നു. ഇനി അത് കഴിഞ്ഞ് എന്താണ്? അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോണി യൂണിവേഴ്സ് വേറൊരു ലെവലിലേക്കാവും പോവുക. ദാറ്റ് വുഡ് ബി അമേസിംഗ് സ്പൈഡർമാൻ 3. ആൻഡ്രൂവിൻ്റെ സ്പൈഡർമാനെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ കൊണ്ടുവരേണ്ടത് ഒരുപാട് കാലമായിട്ടുള്ള ഫാൻസിൻ്റെ ആവശ്യമാണ്. നോവേ ഹോമിന് മുന്നേ ഇത് കുറച്ച് പേരാണ് പറഞ്ഞെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങ് നോവേ ഹോമിന് ശേഷം പറയാൻ തുടങ്ങി. കാരണം നിലവിലെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിന് ഒന്നാമത്തെ കാര്യം പേര് മാത്രമേ സ്പൈഡർമാൻ ഉള്ളൂ, അല്ലാതെ സ്പൈഡർമാൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ പുതിയൊരു ആക്ടറിനെ കൊണ്ടുവരുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് ബെറ്റർ ആൻഡ്രൂവിനെ കൊണ്ടുവരുന്നതാണ്. ഒബ്വിയസ്ലി ദർ ഇസ് ടോബി, പക്ഷേ ടോബി കുറച്ചുകൂടെ ഓൾഡറാണ്. മാത്രമല്ല ടോബിയുടെ ആ ഒരു ടോണിലല്ല ഇപ്പോഴത്തെ യൂണിവേഴ്സ്. കൂടുതലും അമേസിംഗ് സ്പൈഡർമാനിലുണ്ടായിരുന്ന ആ ഒരു ടോണിലാണ് നിലവിലെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ്. സോ അതൊക്കെ കൊണ്ട് തന്നെ ആൻഡ്രൂ ആണ് യൂണിവേഴ്സ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആവുക. ഇപ്പോൾ വെനം 2, മോർബിയസ്, വെനം 3 അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളിൽ ആൻഡ്രൂ കെമിയോ വരുമെന്ന് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തെങ്കിലും ഇതുവരെ ഒന്നും വന്നില്ല. പക്ഷേ ദേ ക്യാൻ മേക്ക് സംതിങ്. ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി വെനം മൂവി വരുവാണെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലായിട്ട് ആൻഡ്രൂവിനെ കൊണ്ടുവരാം. അതിനുശേഷം അമേസിംഗ് സ്പൈഡർമാൻ 3 തന്നെ ഇവർക്ക് കൊണ്ടുവരാം. അതൊരു സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ടീമപ്പ് പോലെ ആൻറ്റി വെനമിനെ കൊണ്ടുവരാം. ബിഗർ വില്ലൻസിനെ കൊണ്ടുവരാം. നേരത്തെ പറഞ്ഞ സിനിസസ് എക്സ്പ്ലോട്ട് ഓൾറെഡി നടക്കുന്നുണ്ട്.
ഓക്കെ, ഓൾറെഡി മോർബിയസിനെ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ മോർബിയസും വൾച്ചറും തമ്മിൽ കണ്ടു. ആൻഡ് ഇപ്പോൾ ക്രേവൻ വന്നു, ക്രേവനകത്ത് തന്നെ റൈനോയും കെമിലിയോണും ഒക്കെ ഉണ്ട്. സോ ദേ ക്യാൻ ബ്രിങ് സിനിസ്റ്റർ 6. സോ സിനിസ്റ്റർ 6 മൂവി തന്നെ അമേസിംഗ് സ്പൈഡർമാൻ 3 ആയിട്ട് വരണമെന്നല്ല, അതിന് മുന്നേ ഒരു വില്ലനെ വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ദാറ്റ്സ് ദെയർ ഡ്രീം മൂവി. ആ ഒരു സിനിസ്റ്റർ 6 മൂവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2 യൂണിവേഴ്സ് തന്നെ നശിപ്പിച്ചത്. ഇപ്പോൾ 3ാമത്തെ യൂണിവേഴ്സും നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു മൂവി ഫൈനലി കൊണ്ടുവരാൻ പറ്റിയൊരു അവസരമാണിത്. ആൻറ്റിവനത്തിന് ശേഷം ആൻറ്റിവനും ആൻഡ്രൂവും കൂടെ ഒരുമിക്കുന്നു. ആൻറ്റിവൻ സിനിസ്റ്റർ 6 നേരിടുന്നു. അങ്ങനെ ഒരു കിടില മൂവി അവർക്ക് കൊണ്ടുവരാൻ അമേസിംഗ് സ്പൈഡർമാൻ 3 സാധിക്കും. കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ടല്ലേ, പറയാൻ എനിക്ക് നല്ല സുഖമുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം. ഇങ്ങനൊരു പോസിബിലിറ്റി എനിക്ക് തോന്നി. ആൻറ്റിവനത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. ആൻഡ്രൂവിനെ കൊണ്ടുപോകണമെന്നുള്ള എല്ലാവരുടെ ആഗ്രഹമാണ്. സോ ഓൾറെഡി മിസ്റ്റർ നെഗറ്റീവിൻ്റെ ടീസ്, പിന്നെ പാറ്റാവനം സീംസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനൊരു 2 പടം, ഈ 2 പടങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ സംഭവം ഗ്രേറ്റ് ആവും. പക്ഷേ 2 പടം അവർ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ക്രേവൻ ദി ഹണ്ടറിന് ശേഷം ഡെവലപ്മെൻറ്റുള്ള പടങ്ങൾ എടുത്താൽ ജാക്ക് പോട്ട്, അതേപോലെ എൽ മ്യൂർട്ടോ, ഇങ്ങനെ അധികം ആർക്കും അറിയാത്ത കുറേ ക്യാരക്ടേഴ്സിൻ്റെ പടങ്ങളായിരുന്നു. ഇത് ബോംബിൽ നിന്ന് ബോംബിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിർത്തിയതും. ഡെവലപ്മെൻറ്റ് വലുതായിട്ട് നടക്കുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഒരു കംബാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഈ 2 ഫിലിം മാത്രം റിലീസ് ചെയ്താൽ സോണി യൂണിവേഴ്സ് വേറെ ലെവലാവും. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു 2 ഫിലിം കൊണ്ട് ഈ ഫ്രാഞ്ചൈസ് നിർത്താം. അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിവനം 2, അമേസിംഗ് സ്പൈഡർമാൻ 4 അങ്ങനെ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതൊക്കെ ഇറ്റ്സ് ദെയർ കോൾ. പക്ഷേ ദേ ഹാവ് ടു മേക്ക് ദിസ് ഫിലിംസ് ഫസ്റ്റ്. ഇത് എൻ്റെ ഒരു തിയറി മാത്രമാണ്. ഇത് ചെയ്തതുകൊണ്ട് സോണി യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് രക്ഷപ്പെടും എന്നല്ല ഞാൻ പറയുന്നത്. നിലവിൽ വരുന്ന മൂവീസിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഈ ഒരു തിയറി തോന്നി. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ക്രേവൻ ദി ഹണ്ടർ ജനുവരിയിലാണ് റിലീസ് ആവുന്നത്. പക്ഷേ ഓൾറെഡി ഇൻ്റർനാഷണലി വന്ന് മൊത്തത്തിൽ നെഗറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിലെ പടങ്ങൾ അടുത്തെങ്ങും വരില്ല. ദർ ഇസ് നത്തിങ് അനൗൺസ്ഡ്. എൽ മ്യൂർട്ടോ ഇന്ന് ആക്ടർ വരെ പോയി. സോ അടുത്തെങ്ങും ഒന്നും വരില്ല. നേരത്തെ പറഞ്ഞതുപോലെ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് ആനിമേറ്റഡ് മൂവി, MCUവിലെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4, പിന്നെ എൽസ് വേൾഡിൽ നടക്കുന്ന മൾട്ടിവേഴ്സിൽ നടക്കുന്ന സ്പൈഡർമാൻ നോയർ സീരീസ് നിക്കോളാസ് കേജിൻ്റെ. അത്രയും മാത്രമാണ് സോണി നിലവിൽ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിന് തൽക്കാലത്തേക്ക് ഒരു വിരാമമായി. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് അല്ല, ബട്ട് സ്റ്റിൽ വി ഗോട്ട് എ ന്യൂ യൂണിവേഴ്സ് ഫ്രം DCU സ്റ്റാർട്ട് ചെയ്യണം ഒഫീഷ്യലി. അപ്പോൾ സൂപ്പർമാൻ്റെ ട്രെയിലർ ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും റിലീസ് ആവുക. സൂപ്പർമാൻ്റെ ട്രെയിലർ, DCUവിൻ്റെ ബാക്കി പ്രൊജക്ട്സ്, ക്രീച്ചർ കമാൻഡോസിൻ്റെ ബ്രേക്ക് ഡൗൺ, അങ്ങനെ ഇനി കുറച്ച് കാലത്തേക്ക് നമ്മൾ കുറച്ച് DC കണ്ടൻസ് ആയിരിക്കും പിടിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ബിഗിനിങ് ഫോർ DC. എന്താവുമെന്ന് കണ്ടു അറിയണം, പക്ഷേ വി ഹാവ് ഹോപ്പ്. പിന്നെ മാർവലിൽ നമുക്ക് വാട്ട് ഇഫും വരുന്നുണ്ട്. സോ ഈ മാസം മൊത്തത്തിൽ പാക്ഡ് ആണ്. ആൻഡ് ഇടയ്ക്ക് ഇച്ചിരി ഇന്നാക്റ്റീവ് ആയിരുന്നു, പല കാര്യങ്ങളുമുണ്ട്, പേഴ്സണൽ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ മാസം ഇനി അങ്ങോട്ട് മൊത്തത്തിൽ ആക്റ്റീവ് ആയിരിക്കും DCU കണ്ടൻസും വാട്ട് ഇഫും ഒക്കെ കൊണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളായിരിക്കുന്ന വേറെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്കൊരു പേജ് ഉണ്ട്. ആൻഡ് വാട്സപ്പിൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു ചാനൽ കൂടെ ഉണ്ട്. സോ റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് അതും കൊണ്ടൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ളവർ കണ്ടുപോകുന്നതായിരിക്കും. ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.